ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ തിരികെ വരുമ്പം ഇരു കൈകളും നീട്ടി നമ്മളെ സ്വീകരിക്കും. ഒരു തിരിച്ചു വരവാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കുമ്പസാരം എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ 4 മാനങ്ങളുണ്ട്. ഒന്ന്, ദൈവശാസ്ത്രപരമായ മാനം. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്ന നിമിഷങ്ങൾ, ദൈവകൽപ്പനകൾക്കെതിരെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, ദൈവവുമായി അകന്നിട്ടുള്ള മേഖലകൾ കണ്ടുപിടിച്ച് ഒന്ന് തിരുത്താൻ ശ്രമിക്കാം. 2, സാമൂഹ്യമായിട്ടുള്ള മാനം. എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, എൻ്റെ ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇവിടെയൊക്കെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഓർക്കേണ്ടത് ഇത് ഏറ്റുപറച്ചിലിൻ്റെ സമയമാണ്. 3, മനഃശാസ്ത്രപരമായ മാനം. നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് ഇറങ്ങുക. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്നെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. 4, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. ഈ പ്രകൃതിയെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ ആനന്ദമുണ്ടാകും എൻ്റെ തിരിച്ചുവരവിനെ പ്രതി. ഒരു പാപി അനുതാപത്തിലൂടെ തിരിച്ചു വരുമ്പം സ്വർഗത്തിൽ ആനന്ദമുണ്ടാകുമെന്ന് വചനം നമുക്ക് മുറുകെ പിടിക്കാം. വേദനിപ്പിച്ച പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പാപങ്ങൾ ഏറ്റുപറയുമ്പം എൻ്റെ കുമ്പസാരം പൂർണ്ണതയുള്ള കുമ്പസാരമായി മാറുകയാണ്.